ഒരു നൈറ്റി തുണിയോട് നമുക്ക് ടോപ്പ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനാവശ്യമായ തുണിയുടെ പീസ് നമ്മൾ വെട്ടി മാറ്റുക. അത് ഓരോരുത്തരുടെ നീളത്തിനനുസരിച്ചായിരിക്കും. എനിക്ക് 42 ലെങ്ത്ത് വരുന്നത്. അപ്പോൾ അത് എടുത്തിട്ട് നമ്മൾ അതിനനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ അളവെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ച് മടക്കിയിടാം. കഴുത്ത് എനിക്ക് എടുക്കുന്നത് 3.25 കഴുത്തിൻ്റെ വിഡ്ത്ത് വരുന്നത്. ലെങ്ത്ത് 4.5. അത് നമ്മൾ അടയാളപ്പെടുത്തുക. എന്നിട്ടൊരു റൗണ്ട് ഷേപ്പിൽ വരയ്ക്കുക. ഷോൾഡർ വരുന്നത് ഒരു 3 അടയാളപ്പെടുത്തിയിട്ട് താഴേക്ക് കൈക്കുഴിയുടെ ആം ഹോൾ വരുന്നത് 6. അപ്പോൾ 6 താഴേക്ക് അടയാളപ്പെടുത്തുക. എന്നിട്ടൊരു അതിൻ്റെ ഒരു 6ൻ്റെ പകുതി വെച്ച് 3 ചെറുതാക്കി ഇങ്ങനെ വരച്ച് വരാം. അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതിനനുസരിച്ച് വരച്ച് വരാം. പിന്നെ നിങ്ങളെ ഷേപ്പാന്ന് വെച്ചാൽ അതിനനുസരിച്ച് അടയാളപ്പെടുത്താം. ഷേപ്പ് അടയാളപ്പെടുത്തുമ്പോൾ മുകളിൽ നിന്ന് ഒരു 11 പിടിച്ചിട്ട് അതിൻ്റെ നേരെ വിടുത്ത് വരെ ഒരു 9, 10 എനിക്ക് വരിക. അതിനനുസരിച്ച് അത് അടയാളപ്പെടുത്തി താഴത്തെ വീതി വരെ താഴത്തെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങി താഴേക്ക് വരുന്നത് ഒരു 11 മടക്കുമ്പോൾ ഒരു 11 അടയാളപ്പെടുത്തി നേരെ അവിടെ നിന്ന് വരയ്ക്കുക. അതിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള എത്രയാണ് നിങ്ങൾ ഓരോരുത്തരും അളവെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ച് വരയ്ക്കാം. വണ്ണത്തിനനുസരിച്ച് നിങ്ങളിപ്പോൾ ഒരു പഴയ ചുരിദാർ തീരെ തയ്ക്കാൻ അറിയാവുന്നവർക്കെന്ന് വെച്ചാൽ ഈ ഒരു പഴയ ചുരിദാർ എടുത്ത അളവ് നോക്കിയിട്ട് അതിനനുസരിച്ച് വരയ്ക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റുക. ഞാനിപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരേപോലെയാണ് കഴുത്ത് വെട്ടുന്നത്. ഒരേപോലെ അല്ലാത്തൊരു ഇങ്ങനെ വെട്ടുകയെന്ന് വെച്ചാൽ സെപ്പറേറ്റ് മാറ്റിയിട്ടിട്ട് വേണം ബാക്ക് കഴുത്തൊക്കെ വെട്ടാനായിട്ട്. ഒരേപോലെ ആകുമ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക. നമ്മുടെ അളപ്പെടുത്തിയതിനനുസരിച്ച് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇതൊരു നൈറ്റി തുണിയാണ്. നമുക്കതുകൊണ്ടൊരു ടോപ്പ് ആവശ്യമുള്ള ടോപ്പ് തയ്ക്കാം. സിമ്പിളായിട്ട് എങ്ങനെയാണ് ടോപ്പ് തയ്ക്കണേന്ന് ഞാൻ പറഞ്ഞു. ഇതിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയ ടോപ്പിൻ്റെ ഭാഗമാണത്. നമുക്കത് അടുത്തതായിട്ട് കയ്യിലെ അനുസരിച്ചിട്ട് തുണി വെട്ടി മാറ്റാം. കൈക്ക് എത്ര നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അനുസരിച്ച് നീളത്തിനനുസരിച്ച് വെട്ടാം. ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു 11 സെൻറ്റിമീറ്ററാണ് ലെങ്ത്ത് എടുക്കണേ. പിന്നെ ഹോളിൻ്റെ അനുസരിച്ച് വരച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റുക. കൈക്ക് ലൈനിങ് വേണ്ട. ഇനി ഇത് കഴിഞ്ഞിട്ട് ടോപ്പിന് ലൈനിങ് അനുസരിച്ച് നിങ്ങൾ വെട്ടി മാറ്റിക്കോളും. അതിപ്പോൾ വെട്ടണം ഞാൻ ഈ വീഡിയോ